ജീവനക്കാരായിരുന്ന PSC ചെയർമാനും PSC അംഗങ്ങൾക്കും പെൻഷൻ ആനുകൂല്യത്തിന് സർക്കാർ സർവീസിനൊപ്പം PSC അംഗം എന്ന നിലയിലെ സേവന കാലവും പരിഗണിക്കാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ് പൊതുഭരണ വകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് പുതിയ ഉത്തരവിന് പിന്നിലെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. വെള്ളിയാഴ്ചയാണ് പൊതുഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്. നേരത്തെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും പെൻഷൻ ഉയർത്തിയതിനു പിന്നാലെയാണ് വീണ്ടും ഇവരുടെ പെൻഷൻ തുകയിൽ വൻ വർധനവ് വരുത്തുന്ന പുതിയ ഉത്തരവ്. സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നവർ PSC ചെയർമാനോ അംഗങ്ങളോ ആവുകയാണെങ്കിൽ അവരുടെ സർക്കാർ സർവീസ് കാലയളവിനൊപ്പം PSC അംഗം എന്ന കാലയളവും കൂടി പരിഗണിച്ചുകൊണ്ട് പെൻഷൻ പരിഷ്കരിച്ച് നൽകണമെന്നാണ് പുതിയ ഉത്തരവ്. സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നവർ വിരമിച്ച ശേഷം PSC അംഗങ്ങളോ ചെയർമാനോ ആവുകയാണെങ്കിൽ അവർക്ക് ഏത് പെൻഷനാണ് വേണ്ടത് എന്നത് അവർ തിരഞ്ഞെടുക്കേണ്ട സംവിധാനമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഈ ചട്ടപ്രകാരം ആ സമയം ഉയർന്ന പെൻഷൻ ലഭിച്ചിരുന്ന സർവീസാണ് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുത്തിരുന്നത്. മിക്കവരും സർക്കാർ സർവീസ് തന്നെയാണ് പെൻഷനായി തിരഞ്ഞെടുത്തത്. എന്നാൽ PSC പെൻഷനിൽ വൻ വർധനവുണ്ടായതോടെ പഴയ തിരഞ്ഞെടുപ്പ് മാറ്റാനുള്ള അവസരം, അതായത് സർക്കാർ സർവീസ് പെൻഷൻ തിരഞ്ഞെടുത്ത തീരുമാനം മാറ്റി PSC പെൻഷൻ തിരഞ്ഞെടുക്കാനുള്ള വീണ്ടും ഒരവസരം നൽകണമെന്ന് കാണിച്ച് 3 പേർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പരിഗണിച്ചാണ് സർക്കാരിന്റെ നടപടി എന്നാണ് സർക്കാർ പറയുന്നത്.